ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഉഷാരേന്ദ്രൻ. നമ്മൾ 6 പ്രോബ്ലംസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്തത്. നമുക്ക് 7th ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, 7th 8th. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് വെക്റ്റർ ഐ മൈനസ് ജെ ഓൺ ദ വെക്റ്റർ ഐ പ്ലസ് ജെ ഈസ് ഡാഷ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 1 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോ എ ഓൺ ബി ആണ് കാണുന്നത് അല്ലെ. ഇത് വെക്റ്റർ എ ആണ്, വെക്റ്റർ ഇത് ബി ആണെന്ന് വിചാരിക്കാം. അപ്പോ വെക്റ്റർ എ ഓൺ ബി നമ്മൾ എങ്ങനെയാണ് കാണാറ്? എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ എന്താണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ആൻസർ കിട്ടും അല്ലെ. അപ്പോ വെക്റ്റർ എയും എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ മൈനസ് ജെയും മറ്റത് ഐ പ്ലസ് ജെയും ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് 1 പ്ലസ് 1. അപ്പൊ ഇവിടെ നോക്കിയോ, ഐ ഡോട്ട് ഐ എന്താണ്? 1 ആണ്. 1 മൈനസ് 1 റൂട്ട് 2 എന്തായിരിക്കും? ആൻസർ 0. ഓക്കെ, നെക്സ്റ്റ് ഫൈൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ആംഗിൾ കാണണം, വെക്ടേഴ്സിന്റെ ആംഗിൾ കാണണം. അപ്പോ ആംഗിൾ എങ്ങനെ കാണാറ്? നമ്മള് cos തീറ്റ ഈസ് ഈക്വൽ ടു, സെക്കൻഡ് വൺ ആണ് ഇത്, cos തീറ്റ ഈസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ രണ്ടിന്റെയും നമുക്ക് എന്ത് കിട്ടണം? മാഗ്നിറ്റ്യൂഡ് കാണും അല്ലെ. ഇനി വെക്ടർ എ എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്നത് ഐ മൈനസ് 7j പ്ലസ് 7k ആണ്. അതേപോലെ തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ബി എന്ന് പറയുന്നത് 3i മൈനസ് 2j പ്ലസ് 2k ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 7 സ്ക്വയർ പ്ലസ് 7 സ്ക്വയർ. ഇവിടെ ഇതേപോലെ തന്നെ 3 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ. അപ്പൊ ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3 പ്ലസ് 14 പ്ലസ് 14. ഐ ഡോട്ട് ഐയും ജെ ഡോട്ട് ജെയും കെ ഡോട്ട് കെ ഒക്കെ 1 ആണ് നമുക്ക് അറിയാം. പിന്നെ ഇവിടെ 49 പ്ലസ് 49 പ്ലസ് 1, അപ്പൊ 50 പ്ലസ് 49 99 കിട്ടും. റൂട്ട് ഇവിടെ 9 പ്ലസ് 4 പ്ലസ് 4 അല്ലെ, അപ്പൊ 16 25 കിട്ടും. 3 സ്ക്വയർ പ്ലസ് 4 പ്ലസ് 4, 4 പ്ലസ് 4 8, 17 കിട്ടും. 8 പ്ലസ് 9 17 കിട്ടും. അപ്പൊ ഇങ്ങനെ കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 31 കിട്ടും. 31 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 99 ഇൻറ്റു 77. 99 ഇൻറ്റു 77 അല്ല, സോറി 17. അപ്പൊ 99 ഇൻറ്റു 17 ചെയ്താൽ 63, 63 6 63 69 9 9 3 18 16 1683 എന്ന് കിട്ടും. അപ്പോ 31 ഡിവൈഡഡ് ബൈ 1683 ഓഫ് റൂട്ട് ആണ് ആൻസർ കിട്ടുക. അപ്പൊ കോസ് തീറ്റ ഇതാണെങ്കിൽ തീറ്റ ഈസ് ഈക്വൽ, നമ്മളോട് ആംഗിൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. അപ്പൊ കോസ് തീറ്റ ആണ് നമുക്ക് ഇപ്പൊ കിട്ടിയത്. സോ തീറ്റ എന്ന് പറഞ്ഞാല് കോസ് ഇൻവേഴ്സ് 31 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1683. ഇതാണ് ഇവർ തമ്മിലുള്ള, ഈ വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P of A equal to 7 by 13, P of B is equal to 9 by 13 and P of A union B equal to 8 by 13. നമുക്ക് എന്ത് ഫൈൻഡ് ചെയ്യണം? P of A given B കാണണം. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ആദ്യം തന്നെ പഠിച്ചൊരു ഫോർമുല ഉണ്ട്, P of A union B അല്ലെ. നമുക്ക് ഇതാണ് കാണേണ്ടത്. ഇത് കാണണമെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A ഇന്റർസെക്ഷൻ B കാണണം. എ ഇന്റർസെക്ഷൻ ബി കാണാൻ നമുക്കൊരു ഫോർമുല അറിയാം, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു റിസൾട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോ ഈ തന്ന ടേംസ് ഒക്കെ ഇതിൽ കൊടുക്കുക. 8 by 13 ഈക്വൽ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 7 by 13, പി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 9 by 13 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ, അപ്പൊ 8 by 13 ഈക്വൽ ടു 16 by 13 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി, ഇങ്ങനെയാണല്ലോ വരിക. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 plus 8 by 13. 16 by 13 8 by 13 പോയാൽ എത്രയാണ്? 8 by 13 കിട്ടി. അപ്പൊ എ ഇന്റർസെക്ഷൻ ബി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് എ ഇന്റർസെക്ഷൻ ബി അല്ല, നമുക്ക് എന്താണ് ഫൈൻഡ് ചെയ്യേണ്ടത്? P of A given B ആണ്. P of A given B എന്ന് പറഞ്ഞാൽ P of A intersection B divided by P of B ആണ് അല്ലെ, നമുക്കറിയാം.
അപ്പോൾ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി നമ്മളിവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു 8/13. പി ഓഫ് ബി എന്ന് പറയുന്നത് 9/13. 13 ക്യാൻസൽ ആയി 8/9 ആണ് എന്ത് ഇതിന്റെ ആൻസർ. ഓക്കെ, ഇനി അതിൽ തന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡന്റ് ഇവന്റ്സ് having probabilities P of A equal to 1/7 and P of B equal to 1/5, then find A union B and P of A intersection B dash. അല്ലേ? അപ്പോ എന്തൊക്കെ തന്നിരിക്കുന്നത് നമുക്കത് അതിനനുസരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ P of A union B ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ P of A union B നമുക്കറിയാം P of A plus P of B മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പക്ഷെ ഇന്റർസെക്ഷൻ കാണാൻ നമുക്ക് വേറെ ഒരു വഴിയില്ല. പക്ഷെ അതിന് ഒരു കണ്ടീഷൻ ഇവിടെ തന്നിട്ടുണ്ട്. എ ആൻഡ് ബി ആർ എന്താണ് ഇൻഡിപെൻഡന്റ് ഇവന്റ്. അപ്പോൾ ഈ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് എങ്ങനെ എഴുതാലോ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി. ഇൻഡിപെൻഡന്റ് ഇവന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, അപ്പൊ പി ഓഫ് എ ഇസ് ഗീവൺ 1/7, P of B is given 1/5 മൈനസ് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1/35. ഓക്കെ, ഇനി എന്ത് കിട്ടും? ഇത് സോൾവ് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ 12/35 മൈനസ് 1/35 വിച്ച് ഈസ് ഈക്വൽ ടു 11/35 കിട്ടും. അപ്പോ ഫസ്റ്റ് ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്? 11/35. ഇനി നെക്സ്റ്റ് P of A intersection B dash. സെക്കൻഡ് എന്താണ്? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ്. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡന്റ് ഇവന്റ് ആണ്, അത് നമുക്കറിയാം. അപ്പൊ പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡാഷ് ആണല്ലോ. അപ്പൊ പി ഓഫ് എ ഇൻറ്റു ബി ഡാഷ് മീൻസ് 1 മൈനസ് പി ഓഫ് ബി അല്ലെ. മാക്സിമം നമ്മുടെ റേഞ്ച് 1 ആണ്. സോ 1 മൈനസ് ആണ് ചെയ്യാറ്. 1 മൈനസ് പി ഓഫ് ബി. അപ്പൊ പി ഓഫ് എ എന്ന് പറയുന്നത് 1/7, 1 മൈനസ് പി ഓഫ് ബി എന്ന് പറയുന്നത് 1/5. സോ 1/7 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4/5 വിച്ച് ഈസ് ഈക്വൽ ടു 4/35 എന്ന് കിട്ടും. അപ്പൊ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഡാഷിന്റെ വാല്യൂ എന്താണ്? 4/35. ക്ലിയർ? ഇനി നമുക്ക് ചോദ്യങ്ങൾ ചെയ്യാണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചോദിച്ചാൽ മതി. അടുത്ത വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. Till then, bye.